ഇസ്രയേലിന്റെ സൈനിക ഇൻഡസ്ട്രിയുടെ ഹാർട്ട് തകർത്തിരിക്കുകയാണ് ഇറാൻ. കഴിഞ്ഞ ദിവസമാണ് ഈ ഒരു വാർത്ത ഇറാന്റെ തെസ്നീം റിപ്പോർട്ട് ചെയ്യുന്നത്. ഇറാനിലെ ഹാക്കർമാരാണ് ഇസ്രയേലിലുള്ള വളരെ പ്രധാനപ്പെട്ട അവരുടെ F-35 അടക്കമുള്ള യുദ്ധവിമാനങ്ങൾക്ക് വളരെ സൂക്ഷ്മമായ മെക്കാനിക്കൽ സംവിധാനങ്ങൾ, സിസ്റ്റങ്ങൾ നിർമ്മിക്കുന്ന ഒരു ഫാക്ടറിയാണ് നവോമിൽ എന്നറിയപ്പെടുന്നത്. ഈ ഫാക്ടറിയാണ് ആക്രമിച്ചിരിക്കുന്നത്. ഈ ഫാക്ടറിയിൽ ഹാക്കർമാർ അതിശക്തമായ ആക്രമണം പെട്ടെന്ന് നടത്താനുള്ള പ്രധാനപ്പെട്ട കാരണം ഇറാന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു മിസൈലാണ് ഹർമഷഹർ 4 എന്നറിയപ്പെടുന്നത്. ഈ മിസൈലിന് പ്രതിരോധ സംവിധാനങ്ങളെ മറികടക്കാനുള്ള വ്യത്യസ്തമായ സിസ്റ്റങ്ങൾ അല്ലെങ്കിൽ സംവിധാനങ്ങൾ ഈ മിസൈലിലുണ്ട്. ഇറാനിൽ നിന്ന് വന്ന ഈ മിസൈലുകളുടെ റിവേഴ്സ് എഞ്ചിനീയറിംഗ് നടത്താനുള്ള നീക്കമായിരുന്നു ഇസ്രയേൽ നടത്തിയിരുന്നത്. ഈ മിസൈലുകൾ ഇസ്രയേലിനെ നിർമ്മിക്കാനും ഇറാനെതിരെ ആക്രമിക്കാനുമുള്ള പദ്ധതിയായിരുന്നു ഉണ്ടായിരുന്നത്. ഇറാൻ നിർമ്മിക്കുന്ന മിസൈലുകളുടെ പ്രത്യേകത ചെലവ് ചുരുങ്ങിയതും പ്രതിരോധ സംവിധാനങ്ങളെ മറികടക്കാനുള്ള അത്യാധുനിക സംവിധാനങ്ങളും ഉൾപ്പെടുന്നു എന്നതാണ്. ഇസ്രയേലും അമേരിക്കയും നിർമ്മിക്കുന്ന മിസൈലുകൾക്ക് മില്യൺ കണക്കിന് ഡോളർ ചെലവ് വരുന്നു. അതേസമയം ഇറാന്റെ മിസൈലുകൾക്ക് താരതമ്യേന വളരെ കുറഞ്ഞ ചെലവും അതോടൊപ്പം തന്നെ ശത്രുവിന്റെ കേന്ദ്രങ്ങളിൽ തുറച്ചു കയറി ആക്രമിക്കാനുള്ള പ്രതിരോധ സംവിധാനങ്ങളെ മറികടക്കാനുള്ള സിസ്റ്റങ്ങളുമുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് കോപ്പി അടിക്കുക എന്നതാണ് ഇപ്പോൾ ഇസ്രയേൽ നവാമിൽ എന്നറിയപ്പെടുന്ന ഇൻഡസ്ട്രിയിലൂടെ നടത്താൻ ശ്രമിച്ചിരുന്നത്. ആ സമയത്താണ് ഈ ഫാക്ടറിയുടെ പ്രധാനപ്പെട്ട കീ പോയിന്റുകളെല്ലാം ഹാക്കർമാർ തകർത്തിരിക്കുന്നത്. ഈ ഫാക്ടറി തന്നെ ഔട്ട് ഓഫ് ഓപ്പറേഷൻ, നിലവിലിപ്പോൾ പ്രവർത്തന രഹിതമായി എന്നാണ് പറയുന്നത്. ഈ ഫാക്ടറിയുടെ CNC മെഷീനുകൾ അടക്കമുള്ള ഭാഗങ്ങളെല്ലാം ഇപ്പോൾ പ്രവർത്തന രഹിതമായി എന്ന വാർത്ത വരുന്നു. ഇതിന് പ്രധാനപ്പെട്ട കാരണമുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു, ഈ ഹാക്കർമാർ ഈ സൈബർ അറ്റാക്ക് നടത്തി എന്ന് പറയുമ്പോൾ നേരിട്ട് അറ്റാക്ക് നടത്തുന്ന രീതിയിലല്ല, അതൊരു യുദ്ധത്തിന്റെ രീതിയായിട്ടല്ല നമ്മൾ കാണുന്നത് എങ്കിലും അതിലേറെ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഇതിനുണ്ടാക്കാൻ സാധിക്കുന്നു. കഴിഞ്ഞ ദിവസം നമ്മൾ ബ്രിട്ടനിലുള്ള ഒരു പവർ പ്ലാന്റിന് നേരെ ഇറാൻ ആക്രമണം നടത്തിയെന്ന് പറയുമ്പോൾ ചില ആളുകളൊക്കെ ഇതൊരു വെറുതെ തമാശയാണ്, സൈബർ അറ്റാക്ക് അല്ലേ എന്ന് പറഞ്ഞ് നമ്മൾ പറഞ്ഞത് ശരിയല്ല, അല്ലെങ്കിൽ അത് പെരുപ്പിച്ച് കാണിക്കുകയാണ് എന്നൊക്കെയാണ് ചില ആളുകൾ കമന്റിൽ രേഖപ്പെടുത്തിയത് കാണാൻ സാധിച്ചിട്ടുള്ളത്. പക്ഷേ യഥാർത്ഥത്തിൽ അങ്ങനെയല്ല കാര്യം. ഇപ്പോൾ ഒരു ഫാക്ടറി പ്രവർത്തിക്കുന്നത് അവിടെ AI സിസ്റ്റങ്ങളാണ്, അതായത് അതിന്റെ നെറ്റ്വർക്ക് സിസ്റ്റങ്ങൾ, അത് ഓട്ടോമാറ്റിക് ആയിട്ടാണ് അതിന്റെ കൂളിംഗ് സിസ്റ്റങ്ങളും അതിന്റെ പ്രവർത്തനങ്ങളെല്ലാം നടക്കുന്നത്. എന്നാൽ ഏതെങ്കിലും ഒരു ഗ്രൂപ്പ് ഹാക്ക് ചെയ്തുകൊണ്ട് അതിന്റെ കൂളിംഗ് സിസ്റ്റം ഓട്ടോമാറ്റിക് ആയിട്ടാണ് അത് പ്രവർത്തിക്കേണ്ടത്. പക്ഷെ ആ കൂളിംഗ് സിസ്റ്റം ഓഫ് ചെയ്യുകയോ അതിൽ കൃത്രിമം കാണിക്കുകയോ ചെയ്താൽ ആ ഫാക്ടറി അതിൽ പ്രവർത്തിക്കേണ്ട അല്ലെങ്കിൽ ഉണ്ടായിരിക്കേണ്ട ചൂടിലധികം കൂടുതൽ ഹീറ്റ് ആവുകയും പൊട്ടിത്തെറിക്കുകയും ചെയ്യുന്നു. ഇതൊരു മിസൈൽ അറ്റാക്കിന്, ഒരു ഡ്രോൺ അറ്റാക്കിന് സമാനമാണ് എന്ന് മാത്രമല്ല, ഒരു ഡ്രോൺ മിസൈൽ അറ്റാക്കുകൾക്ക് ഒരുപക്ഷെ അതിന്റെ ലക്ഷ്യം അല്പം അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ തെന്നി മാറാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ ഇത്തരത്തിലുള്ള ഇൻഫ്രാസ്ട്രക്ചറുകൾക്ക് നേരെ നടത്തുന്ന സൈബർ അറ്റാക്കുകൾ ഒരിക്കലും ലക്ഷ്യം തെറ്റാതെ കൃത്യമായി അതിൽ സ്ഫോടനം ഉണ്ടാക്കാനും ആ ഫാക്ടറിയെ തന്നെ തകർത്ത് കളയാനും അതിന് സാധിക്കും. ഉദാഹരണത്തിന് നാം ചിന്തിക്കുക, നമ്മുടെയൊക്കെ കാറുകളിൽ അതിൽ കൂളന്റുകളുണ്ട്. ഇപ്പോൾ അത് കുറച്ചുകൂടെ അപ്ഡേഷനായ രീതിയാണ്. എന്നാൽ ഇവിടെ ഈ കൂളിംഗ് സിസ്റ്റം പ്രവർത്തിക്കാതെ വരുമ്പോൾ എന്താണ് സംഭവിക്കുക? ഈ കാറിന്റെ മെഷീൻ കൂടുതലായി ചൂടാവുകയും അതിന്റെ മെഷീൻ എല്ലാം കേടുവരികയും ചെയ്യുന്നു. പിന്നെ പ്രവർത്തിപ്പിക്കാൻ കഴിയാത്ത രീതിയിൽ ആ കാറിന്റെ മെഷീനുകൾ മാറുകയാണ്. അതിൽ മൈന്റനൻസ് പ്രവർത്തനങ്ങൾക്കായി അതിനെ നീക്കിവെക്കേണ്ട സാഹചര്യം വരുന്നു, പ്രവർത്തനരഹിതമാകുന്നു. ഇതുപോലെ തന്നെ ഒരു ഫാക്ടറി വലിയൊരു സൈനിക ഇൻഡസ്ട്രിയൽ ഫാക്ടറിയാണ് എന്ന് നിങ്ങൾ സങ്കല്പിക്കുക. അവിടെ ഇത്തരത്തിലുള്ള ഒരു അറ്റാക്ക് നടന്നാൽ എന്തായിരിക്കും സംഭവിക്കുക? ഇസ്രയേലിന്റെ ഈ F-15 തുടങ്ങിയിട്ടുള്ള യുദ്ധവിമാനങ്ങൾക്ക് നിർമ്മിക്കുന്ന സംവിധാനങ്ങൾ ഒരു 15% ഇതിലൂടെ തടസ്സപ്പെട്ടിരിക്കുന്നു എന്ന വാർത്തയാണ് വരുന്നത്. ഇറാന്റെ ഈ ഒരു സൈബർ ഇസ്നാദ് എന്നറിയപ്പെടുന്ന അൽ ജബഹത്തുൽ ഇസ്നാദ് സൈബ്രാനിയ എന്നറിയപ്പെടുന്ന ഈ ഒരു ഗ്രൂപ്പാണ്, ഇത് IRGCയുടെ കീഴിലുള്ള ഒരു ഗ്രൂപ്പാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇവരാണ് ഇത്തരത്തിലുള്ള ഒരു നീക്കം ഇസ്രയേലിന്റെ നവാമിലിന് നേരെ നടത്തിയിട്ടുള്ളത്.